പ്രിയ സ്നേഹിതരെ, അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് നാം കേട്ടിട്ടുണ്ട്. ഒരു വിധത്തിൽ അത് ശരിയാണ്. കാരണം അത് ബന്ധങ്ങളില്ലാതാക്കും, സൗഹൃദങ്ങൾ തകർക്കും, അസ്വസ്ഥതയും അകൽച്ചയും സൃഷ്ടിക്കും, ശത്രുതയ്ക്ക് കാരണവുമാകും. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ നാം നിശബ്ദതയിൽ കുടിച്ചു മൂടുകയാണ് പതിവ്. സഹപ്രവർത്തകൻ്റെ ജോലി സമയത്ത് ഉദാസീനത ചൂണ്ടിക്കാണിക്കണമെന്നുണ്ട്. കൂട്ടുകാരൻ്റെ ബിസിനസ്സിലെ സാമ്പത്തിക തിരിമറികൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുണ്ട്. അയൽവീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കുത്തഴിഞ്ഞ ജീവിതം തിരുത്തണമെന്നുണ്ട്. മകൻ്റെ പരിധിവിട്ട മൊബൈൽ ദുരുപയോഗം തടയണമെന്നുണ്ട്. പങ്കാളിയുടെ ആർഭാട ജീവിതത്തിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട്. വികാരിയച്ഛൻ്റെ ഞായറാഴ്ച പ്രസംഗത്തിൽ വിഭാഗ്യതയുടെ വിഷമുണ്ടെന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു ഭയം, അത് അപ്രിയ സത്യങ്ങൾ പറയാൻ ഭയം തന്നെയാണ്. എന്നാൽ വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുക, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് നാം വളരണമെന്ന്. 4-ാം അധ്യായം 15-ാം വാക്യമാണത്. ഒരു ഉത്തമ വിശ്വാസി സ്നേഹത്തോടെ സത്യം പറയുന്ന ഒരാളായി മാറണമെന്നർത്ഥം. ലവിങ് ട്രൂത്ത് ടെല്ലേഴ്സ്. ആ സത്യം കേട്ട് അവൻ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, എന്തും സംഭവിച്ചു കൊള്ളട്ടെ. ഒരു സുഹൃത്തിനോട് നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും സ്നേഹപൂർവമായ കാര്യമെന്നത് സത്യം തുറന്നു പറഞ്ഞ് അവനെ മുറിപ്പെടുത്തുക എന്നതാണ്. ദ മോസ്റ്റ് ലവിങ് തിങ് ഈസ് ടു വൂണ്ട് എ ഫ്രണ്ട് വിത്ത് ദ ട്രൂത്ത്. സ്നേഹത്തെ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥ നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു എന്ന് സുഭാഷിത വചനം. പല സമയങ്ങളിലും ഞാൻ ബഹുമാനിക്കുന്നവർ എൻ്റെ തെറ്റുകളെ തിരുത്തി തന്നിട്ടുണ്ട്. നിൻ്റെ സമർപ്പണ ജീവിതത്തിൽ നിനക്കത്ര സംതൃപ്തിയുണ്ടോ? നിൻ്റെ പുസ്തകത്തിന് അറിവിൻ്റെ ആഴമില്ല. നിൻ്റെ ദേഷ്യ സ്വഭാവം നിനക്കത്ര നല്ലതല്ല. മുഖസ്തുതി നേടാൻ വേണ്ടി കാട്ടിക്കൂടുന്ന അഭിനയമല്ലേ നിൻ്റെ ആത്മീയത? നിൻ്റെ ഭാഷാശുദ്ധി അല്പം മെച്ചപ്പെടുത്തണം. പ്രസംഗത്തിൽ വരുന്ന അമിതവികാരം ഒഴിവാക്കണം. ഇങ്ങനെ സത്യപൂർണമായി ഒരുപാട് തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അന്നത് ഉൾക്കൊള്ളുവാനുള്ള എളിമയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം എനിക്ക് ബോധ്യമാകുന്നു. അത് വേദനാജനകമായ തിരുത്തലുകളായിരുന്നുവെന്ന്. തിരുത്തപ്പെടുന്നത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നാൽ അത് ചെയ്യുവാൻ ധൈര്യം കാണിച്ചവരെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. കാരണം എന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയ കയ്പ് മരുന്നുകളായിരുന്നു ആ തുറന്നു പറച്ചിലുകൾ. ഇറ്റ് വാസ് ബിറ്റർ മെഡിസിൻ ദാറ്റ് മെയ്ഡ് മീ ബെറ്റർ ഇൻ ദി എൻഡ്. സത്യം കേൾക്കാൻ വേദനാജനകമായിരിക്കാം, എന്നാൽ അത് അനിവാര്യമായ നന്മയിലേക്ക് ചിലപ്പോൾ നയിക്കും. ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും ആത്മപരിശോധനയിലേക്ക് അത് വഴി നടത്തും. പതുക്കെ അനുതാപത്തിലേക്കും രക്ഷയിലേക്കും നയിക്കും. ആകയാൽ സ്നേഹത്താൽ സത്യം പറയുന്നവരാകാം നമുക്ക്.